ഏതായാലും ഈ റിസൾട്ട് വളരെ വിജിലന്റ് ആയിട്ട് UDF കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഒരു രാഹുൽ ഗാന്ധി എഫക്ട് ഉണ്ടാവണമെന്നില്ല. കാരണം ഇത് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ്. എന്നാൽ അസംബ്ലിയും ലോക്കൽ ബോഡിയും വരുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ അല്ല. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ലോക്സഭാ ഇലക്ഷന്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടും BJPയുടെ സാന്നിധ്യം കുറെ കൂടെ ശക്തമായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ അതായത് 2019 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പോലും 2ാം സ്ഥാനത്ത് വന്നെങ്കിലും ഡിഫറൻസ് 1 ലക്ഷത്തിൽ അത്രയുണ്ടായിരുന്നു. ആകെ 7 മാത്രമേ അന്ന് BJPക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുള്ളൂ. ഇത്തവണ ഞാൻ ടോട്ടൽ കണക്കെടുത്തിട്ടില്ല. എങ്കിലും ഇത്രയേറെ വോട്ടിന്റെ വർധനവ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അത് UDFും കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കെ മുരളീധരന്റെ കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് 1 ലക്ഷം വോട്ടിനാണ് പിന്നിൽ പോയത്. അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പാർട്ടിയിലെ ഇവിടുത്തെ പ്രതിസന്ധികളുണ്ട്. നേരത്തെ പത്മജ ആരോപിച്ചത് ചില പേരുകൾ എടുത്തു പറഞ്ഞുകൂടിയായിരുന്നു. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, UDFനെ സഹായിച്ചിരുന്ന 2 പ്രബല സമുദായങ്ങളിൽ വന്ന വിള്ളൽ, അതായത് അവരുടെ വിശ്വാസത്തിൽ എടുക്കുന്നതിൽ UDF പരാജയപ്പെട്ടെന്നല്ല അതിനർത്ഥം. അത് നമ്മുടെ കാൽക്കുലേഷൻ അവിടെ പാളിപ്പോയി. എന്ത്? അതായത് ഞങ്ങൾ വിശ്വസിച്ച കൺസോൾട്ടേഷൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിൽ ഒരു വലിയ വിഭാഗം വോട്ട് സുരേഷ് ഗോപിക്കും ചെറിയ വിഭാഗം വോട്ട് ഇന്ന് രാവിലെ 8 മണിയാകുമ്പോൾ തൃശ്ശൂരിലെ താമര വാടുമെന്നായിരുന്നു ഇന്നലെയും ഇന്ന് രാവിലെയും കെ മുരളീധരൻ പറഞ്ഞത്. പക്ഷേ വാടിയത് കെ മുരളീധരനാണ്. വലിയ വിജയം BJPക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ വലിയ ആശ്വാസമാണ്. പക്ഷേ ദേശീയതലത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം കിട്ടാൻ കഴിഞ്ഞില്ല എന്നത് BJPക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യം. 7-ാം തീയതിയാണ് NDA പാർലമെന്ററി യോഗം ചേരുക. പ്രധാനമന്ത്രിയായി മോദിയെ തിരഞ്ഞെടുക്കാനെന്നാണ് അറിയുന്നത്. അതിനിടയിലൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുമെന്ന് നമുക്കറിയില്ല. അതെ.